ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കുക. ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു വീഡിയോ ഡ്രൈവിംഗ് പഠിക്കുന്നവർക്കും അതുപോലെ തന്നെ കാർ സ്ഥിരമായിട്ട് ഓടിക്കുന്നവർക്കും ഗുണം ചെയ്യുന്ന വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് സ്റ്റിയറിംഗ് കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. അതായത് ഒരു ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന തുടക്കക്കാരെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു പ്രശ്നമാണ് തുടക്കത്തിൽ ഈ സ്റ്റിയറിംഗ് കൃത്യമായിട്ടൊന്നും ബാലൻസ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. പ്രത്യേകിച്ച് ഒരു വില്ലേജ് റോഡിലൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ അത് ക്ലിയർ ആയിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് പല ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ സ്ഥിരമായിട്ട് വണ്ടി ഓടിക്കുന്ന പല ആൾക്കാരും സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് ഒരുപാട് മിസ്റ്റേക്കുകൾ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളൊരു ലോങ് ട്രാവലൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ശാരീരികമായിട്ട് നമ്മൾ ഡ്രൈവ് ചെയ്തു പോകുമ്പോൾ നമുക്ക് വളരെയധികം ക്ഷീണവും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തുടക്കക്കാരെ സംബന്ധിച്ച് ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യാനും ഒപ്പം തന്നെ വണ്ടി സ്ഥിരമായിട്ട് ഓടിക്കുന്നവർക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾ കുറച്ച് കാര്യങ്ങളൊന്നും കൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറേക്കൂടെ മികച്ച രീതിയിൽ നിങ്ങൾക്ക് വളരെ കംഫർട്ടായിട്ട് തന്നെ വണ്ടി ഡ്രൈവ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു വീഡിയോ തീർച്ചയായിട്ടും വണ്ടി ഉപയോഗിക്കുന്നവർക്കും ഡ്രൈവിംഗ് പഠിക്കുന്നവർക്കും ഗുണം ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. എന്തായാലും നിങ്ങൾ വീഡിയോ ഒന്ന് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. ഒന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരിക്കുമ്പോൾ പല ആൾക്കാർക്കും അറിയത്തില്ല നമ്മൾ സ്റ്റിയറിംഗ് വീലുമായിട്ട് എത്രയധികം ഒരു സ്പേസ് ഇട്ട് വേണം നമ്മൾ ഡ്രൈവ് ചെയ്യാനായിട്ട്. അതായത് ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കേണ്ടതെന്ന് പലർക്കും ധാരണയില്ല. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, ഇപ്പം നിങ്ങൾ നോക്കുക, ഞാൻ ഈ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്ന സമയത്ത് സീറ്റ് ഒരുപാട് സ്റ്റിയറിംഗ് വീലിനോട് ചേർന്നാണ് ഇരിക്കുന്നത്. നിങ്ങൾ നോക്കി, ഏകദേശം ഈ ഒരു സ്പേസ് മാത്രമേ ഉള്ളൂ. പക്ഷേങ്കിൽ എനിക്കിവിടെ വേണമെന്നുണ്ടെങ്കിൽ വണ്ടി ഡ്രൈവ് ചെയ്തു പോകുന്നതിൽ തെറ്റില്ല. പക്ഷേങ്കിൽ ഇത് ഒരിക്കലും ഒരു ശരിയായിട്ടുള്ള ഒരു മെത്തേഡല്ല. ആദ്യം തന്നെ നിങ്ങൾക്ക് സ്റ്റിയറിംഗ് ബാലൻസ് ക്ലിയർ ആയിട്ട് കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ലോങ് ഡ്രൈവ് ഒക്കെ പോകുന്ന സമയത്ത് നന്നായിട്ട് വണ്ടി ഓടിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഏറ്റവും കംഫർട്ടായിട്ടും വളരെ ഫ്രീ ആയിട്ട് നിങ്ങൾക്കൊരു വണ്ടി ഡ്രൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സീറ്റ് ക്ലിയർ ആയിട്ട് ഈ ഒരു സ്റ്റിയറിംഗ് വീലിൽ നിന്ന് ഒരു നിശ്ചിത സ്പേസ് ഇട്ട് നമ്മൾ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിനൊരു ശരിയായിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ട്. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഡ്രൈവിംഗ് സീറ്റിൽ ഇങ്ങനെ ഇരുന്നുകൊണ്ട് നമ്മുടെ ഈ സ്റ്റിയറിംഗ് വീലിൻ്റെ ടോപ്പിൻ്റെ എൻഡ് ഭാഗം, അതായത് ഇവിടെ ഈ ഒരു ലെഫ്റ്റും റൈറ്റിലും ഏകദേശം നിങ്ങളിങ്ങനെ കൈ നിവർത്തി വെക്കുക. ഇങ്ങനെ കൈ നിവർത്തി വെക്കുന്ന സമയത്ത് നിങ്ങളുടെ കൈയുടെ ഈ റിസ്റ്റില്ലേ, ഈ റിസ്റ്റ് ഭാഗം ഏകദേശം നമുക്ക് സ്റ്റിയറിംഗ് വീലിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഇത് ഇങ്ങനെ നിവർന്നിരിക്കണം. ഇപ്പോൾ ഒരുപാട് ചേർന്നാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാനിത് സ്റ്റിയറിംഗ് വീലിൽ കൈ പിടിച്ചിട്ട് നമ്മൾ സീറ്റ് ജസ്റ്റ് ഒന്ന് പതിയെ ബാക്ക് സൈഡിലേക്ക് ചെറുതായിട്ടൊന്ന് ഇറക്കിയിരുന്നു. അതിനുശേഷം ഞാനിത് കൈ ഇങ്ങനെ ഒന്ന് നിവർത്തുന്ന സമയത്ത് എനിക്ക് പ്രോപ്പറായിട്ട് ഇത് ഈ സ്റ്റിയറിംഗ് വീലിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് എൻ്റെ റിസ്റ്റ് കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ജസ്റ്റ് ബ്രേക്കിലും ക്ലച്ചിലും ഒന്ന് ചവിട്ടി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ക്ലച്ചിലും ബ്രേക്കിലും കാലും എത്തും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ സ്റ്റിയറിംഗ് വീല് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് ഇത് ഇത്തരത്തിൽ വളരെ കംഫർട്ടായിട്ട് തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് തന്നെ ഒരു ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന തുടക്കക്കാരും ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിട്ട് ആദ്യം ചെയ്യുക. കാരണം ഇത് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വളരെ വേഗത്തിലുള്ള ഒരു സ്റ്റിയറിംഗ് കൺട്രോൾ തുടക്കത്തിൽ കിട്ടാൻ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഒരുപാട് സഹായകരമാകുന്നതാണ്. ഇനി രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഒരു പക്ഷെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും, ഇനി അറിയത്തില്ലാത്തവരാണെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കാണുക. അതായത് നമ്മൾ സ്റ്റിയറിംഗിൽ കൃത്യമായിട്ടും കൈകൾ പിടിക്കേണ്ട ഒരു മെത്തേഡുണ്ട്. ഒന്നാമത്തെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, നമ്മൾ കൈകൾ പിടിക്കുന്ന സമയത്ത് നമ്മുടെ കൈയുടെ ഈ ഒരു തമ്പ് കൃത്യമായിട്ടും സ്റ്റിയറിംഗ് വീലിൻ്റെ മേൽഭാഗത്തായിട്ട് ഇത് ഇങ്ങനെ വെക്കണം. ഒരു കാരണവശാൽ ഇങ്ങനെ മടക്കി വെക്കരുത്, ഇങ്ങനെ വെക്കണം. ഒപ്പം തന്നെ നമ്മൾ ഒരുപാട് തുടക്കക്കാരെ സംബന്ധിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒരുപാട് ബലം സ്റ്റിയറിംഗ് വീലിൽ കൊടുക്കരുത്. കാരണം നമുക്കിത് വളരെ സ്മൂത്തായിട്ട് കൺട്രോൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ സ്റ്റിയറിംഗ് വീൽ എന്ന് പറയുന്നത്. അപ്പം ഇനി സ്റ്റിയറിംഗിൽ കൈകൾ പിടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഏറ്റവും കംഫർട്ടായിട്ടുള്ള ഒരു ലെവലിൽ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ കൈ ഇത് ഇത്തരത്തിൽ നിവർന്നിരിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല മികച്ച ഒരു പൊസിഷൻ എന്ന് പറയുന്നത്, ഈ സ്റ്റിയറിംഗ് വീലിനെ നമ്മളൊരു ക്ലോക്കായിട്ട് സങ്കല്പിക്കുകയാണെങ്കിൽ ഈ ക്ലോക്കിൽ 10 മണി കഴിഞ്ഞ് 10 മിനിറ്റ് ആകുമ്പോൾ, അല്ലെങ്കിൽ 10 മണി കഴിഞ്ഞ്, അല്ലെങ്കിൽ ഇവിടെ 2 മണി 10:02 എന്ന് പറയുന്ന ഒരു പൊസിഷനിൽ ഏകദേശം നമ്മളിത് ഈ ഒരു മെത്തേഡിൽ കൈകൾ പിടിക്കുക. ഇങ്ങനെ പിടിക്കുകയാണെങ്കിൽ നമുക്കിത് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് ഇതേ ഇങ്ങനെ നമുക്ക് എടുത്തെടുത്ത് തിരിക്കാനായിട്ട് സാധിക്കും. ഇനി അതുപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത് 9-3 പൊസിഷനാണ്. അത് ഏകദേശം ഇത് ഈ ഒരു അളവിൽ വരും. അപ്പം നമ്മൾ കൈകൾ പിടിക്കേണ്ടത് ഈ ഒരു മെത്തേഡിലാണ്. ഒന്നെങ്കിൽ 10-10 നോക്കുക, അല്ലെങ്കിൽ 9-3 പൊസിഷൻ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. ഇനി അതുപോലെ തന്നെ ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പറയാം. നമ്മൾ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുമ്പോൾ, ഇപ്പോൾ നമ്മുടെ വാഹനത്തിൻ്റെ പുതിയ വണ്ടികളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്ക് ഡ്യുവൽ എയർ ബാഗ് എല്ലാ വാഹനങ്ങളിലും ബേസിക് ആയിട്ട് വരുന്ന എല്ലാ വണ്ടികളിലും ഡ്യുവൽ എയർ ബാഗ് വരുന്നുണ്ട്. ഒന്ന് നമുക്ക് ഡ്രൈവർ സീറ്റിൻ്റെ ഈ ഒരു ഭാഗത്തും, മറ്റൊന്ന് കോ ഡ്രൈവർ സീറ്റിൻ്റെ ഡാഷ്ബോർഡിൻ്റെ ആ ഒരു ഭാഗത്തും ഒരു എയർ ബാഗ് വരുന്നുണ്ട്. ഇപ്പോൾ ഈ
ഈ വണ്ടിക്ക് വരുന്നില്ല, ഇത് പഴയ മോഡൽ വണ്ടിയാണ്. അപ്പം നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് പെട്ടെന്നൊരു ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ എയർ ബാഗ് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യണം. അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾ കൃത്യമായിട്ടും ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് സേഫായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു കാരണവശാലും ഈ ഒരു മെത്തേഡ്, അതായത് ഒരു ക്രോസ് ഓവർ മെത്തേഡ് ഒന്നും വെച്ച് നിങ്ങൾ പരമാവധി ഡ്രൈവ് ചെയ്യാതിരിക്കുക. പല ആൾക്കാരും ഒരു വളവൊക്കെ ചെയ്തെടുക്കുന്ന സമയത്ത് ഇത് ഇങ്ങനെ ക്രോസ് ഓവർ മെത്തേഡിൽ ഉപയോഗിക്കാറുണ്ട്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാലുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്, പെട്ടെന്നൊരു ആക്സിഡൻ്റ് ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൈ ഏകദേശം ഇങ്ങനെ ക്രോസ് ആയിട്ടൊക്കെയാണ് ഇരിക്കുന്നതെങ്കിൽ ഈ എയർ ബാഗ് വന്നിട്ട് ഈ കൃത്യമായിട്ട് നമ്മുടെ കയ്യിലടിക്കും. ഈ കയ്യിലടിക്കുന്ന സമയത്ത് അത് നമ്മുടെ മുഖത്ത് വന്ന്, നമ്മുടെ കൈ ആയിരിക്കും നമ്മുടെ മുഖത്ത് വന്ന് അടിക്കുന്നത്. അപ്പോൾ അത് മുഖാന്തരം വലിയ അപകടങ്ങൾ കൃത്യമായിട്ടും ഉണ്ടാകും. അപ്പം നിങ്ങൾ കൈ യൂസ് ചെയ്യുന്ന സമയത്ത് പരമാവധി ഇത് ഇങ്ങനെ എടുത്തെടുത്തുള്ള സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുക. ഇപ്പം നമുക്ക് ഇടത്തെ സൈഡിലേക്ക് തിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ തന്നെ, ഇപ്പോൾ ഞാനിത് എൻ്റെ ഇടത്തെ കൈ കൊണ്ട് സ്റ്റിയറിംഗ് താഴോട്ട് വലിക്കുന്ന സമയത്ത് വലത്തെ കൈ കൊണ്ട് ഇത് ഇങ്ങനെ എടുത്തെടുത്ത് തിരിക്കുന്നു. നിങ്ങൾ നോക്കുക. അപ്പം നമുക്ക് വളരെ വേഗത്തിൽ ഇത് ഇങ്ങനെ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഞാനിപ്പോൾ ഈ ഒരു കാര്യം പറയുമ്പോഴും സ്ഥിരമായിട്ട് വാഹനം ഉപയോഗിക്കുന്ന പല ആൾക്കാരിലും വരാൻ പോകുന്ന ഒരു സംശയമാണ്, ഇപ്പോഴുള്ള എല്ലാ വാഹനങ്ങളിലും ഓൾറെഡി പവർ സ്റ്റിയറിംഗ് ആണല്ലോ ഉള്ളത്. അപ്പം നമുക്ക് വണ്ടി അത്രയും സ്മൂത്തായിട്ട് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയും. കാരണം നമുക്ക് എളുപ്പത്തിൽ സ്റ്റിയറിംഗ് തിരിക്കാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ പിന്നെ സിംഗിൾ ഹാൻഡ് നമ്മൾ യൂസ് ചെയ്യുന്നതിൽ എന്താണ് തെറ്റ്? നിങ്ങൾ സിംഗിൾ ഹാൻഡ് യൂസ് ചെയ്ത് ഡ്രൈവ് ചെയ്താലുള്ള പ്രശ്നം എന്ന് പറയുന്നത്, പെട്ടെന്നുള്ള ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഈ ഒരു തരത്തിലാണ് നിൽക്കുന്നത്, നമ്മൾ ഈ ഒരു കാര്യത്തെക്കുറിച്ചൊന്നും നമുക്ക് ആ ഒരു ടൈമിലുള്ള ഒരു ചിന്ത വരത്തില്ല. എന്നാൽ സ്ഥിരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ രണ്ട് കൈകൾ ഉപയോഗിച്ച് വളരെ ശ്രദ്ധയോടെ ഈ ഒരു കാര്യം നമ്മുടെ മൈൻഡിലുണ്ടെങ്കിൽ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ അറിയാതെ പോലും നമ്മളിത് ഇത്തരത്തിൽ സെൻറ്ററിലൊന്നും പിടിച്ച് ഡ്രൈവ് ചെയ്യത്തില്ല. ഇപ്പം നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് നമ്മളുടെ വലത്തെ കൈയോ അല്ലെങ്കിൽ ഇടത്തെ കൈയോ ഒക്കെ നമുക്ക് ഇടയ്ക്ക് ഫ്രീ ആക്കി വെക്കേണ്ടതായിട്ട് വരും. അതെല്ലാവരും തന്നെ ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്നാൽ അങ്ങനെ നമ്മൾ ജസ്റ്റ് ഫ്രീ ആക്കി വെച്ച് കഴിഞ്ഞാലും നമുക്ക് ആ ഒരു ടൈമിൽ നല്ല രീതിയിലുള്ള ഒരു ശ്രദ്ധ തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടാകേണ്ടത് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും ഇത്തരത്തിൽ കയറി വരാതിരിക്കുക, ഏകദേശം ഈ ഒരു സ്പേസ് ഇട്ടിരിക്കുക. അപ്പോൾ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് നമുക്ക് നമ്മുടെ സേഫ്റ്റിയും കൂടെ ക്ലിയർ ആകാനായിട്ട് ഈ ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി ഡ്രൈവിംഗ് പഠിക്കുന്നവർക്ക് സ്റ്റിയറിംഗ് ബാലൻസ് എളുപ്പത്തിൽ കിട്ടാനായിട്ട് വണ്ടി ഓടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളൊന്ന് കാണിച്ചു തരാം. നമ്മൾ വണ്ടി ഫസ്റ്റ് ഗിയർ കൊടുത്ത്, ഇപ്പം വണ്ടി നമ്മുടെ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് കിടക്കുന്നത്. നമുക്ക് ഇവിടുന്ന് മുന്നോട്ട് മൂവ് ആക്കണം. അപ്പോൾ റോഡിൻ്റെ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന വണ്ടി റോഡിലേക്ക് കുറച്ച് കയറണമെന്നുണ്ടെങ്കിൽ നമ്മൾ വലത്തോട്ട് സ്റ്റിയറിംഗ് തിരിച്ചേ കയറാൻ പറ്റത്തുള്ളൂ. ആ ഒരു സമയത്ത് നമ്മൾ വലത്തെ സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് നമ്മൾ വണ്ടി പതിയെ മുന്നോട്ട് കയറുക. അപ്പോൾ അതിന് ചെയ്യേണ്ടത്, ഫസ്റ്റ് ഗിയർ കൊടുത്തതിന് ശേഷം നിങ്ങൾ സ്റ്റിയറിംഗ് തിരിക്കുന്ന സമയത്ത് ഒരുപാട് തിരിക്കാതിരിക്കും. ഇപ്പം നിങ്ങൾ നോക്കുക, സ്റ്റിയറിംഗ് കൃത്യമായിട്ട് ഇപ്പോൾ ടയർ നേരെയാണ്, സ്റ്റിയറിംഗ് വീൽ നേരെയാണ്. അപ്പം ഈ ഒരു റൗണ്ട് ഷേപ്പ് നിങ്ങൾ ഏകദേശം നോക്കുക. ഈ ഒരു ഷേപ്പിൽ നിന്ന് നമുക്ക് വീണ്ടും ആ ഒരു ഷേപ്പിലേക്ക് ഏകദേശം വരണമെന്നുണ്ടെങ്കിൽ ഒരു റൗണ്ട് സ്റ്റിയറിംഗ് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഇപ്പോഴും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ടയർ നേരെയാകുന്ന രീതിയിൽ ഇപ്പോൾ ഈ ഒരു സ്റ്റിയറിംഗ് വീൽ തിരിഞ്ഞിട്ടുണ്ട്. അതിനർത്ഥം ഒരു റൗണ്ട് സ്റ്റിയറിംഗ് ഇപ്പോൾ തിരിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ വീണ്ടും ഇവിടുന്ന് ഒരു അര റൗണ്ടും കൂടി തിരിച്ചാൽ പൂർണ്ണമായിട്ട് നമ്മുടെ വണ്ടിയുടെ ടയർ ഒരു സൈഡിലേക്ക് ലോക്ക് ആകും. അതായത് വലത്തെ സൈഡിലേക്കാണ് തിരിക്കുന്നതെങ്കിൽ വലത്തെ സൈഡിലേക്ക് ലോക്ക് ആകും. അപ്പോൾ അതിനുശേഷം പൂർണ്ണമായിട്ട് നിങ്ങൾ തിരിക്കാതെ, അതായത് ഒരു റൗണ്ട് ജസ്റ്റ് തിരിച്ചു കൊടുത്തിട്ട് നിങ്ങളിത് ചെറുതായിട്ട് ക്ലച്ച് നയിച്ചിട്ട് ഒരുപാട് ആക്സിലറേഷൻ കൊടുക്കാതെ പതിയെ, ആക്സിലറേഷൻ്റെ കൺട്രോളിങ് വളരെ സാവധാനത്തിൽ ചെയ്ത് പതിയെ ഇങ്ങനെ വണ്ടി എടുക്കുക. അപ്പോൾ നമുക്കിത് വണ്ടി പതിയെ റോഡിലേക്ക് ഇങ്ങനെ കയറിയാൽ ഉടൻ തന്നെ എന്ത് ചെയ്യണം, സ്റ്റിയറിംഗ് ഇങ്ങനെ തിരിച്ചു കൊടുക്കുക. തിരിച്ചു കൊടുക്കുമ്പോൾ ഏകദേശം ഈ സ്റ്റിയറിംഗ് വീൽ നേരെയാകുന്ന ആ ഒരു പൊസിഷനിലേക്ക് എത്തിക്കഴിയുമ്പോൾ നിങ്ങൾ നോക്കുക, നമ്മുടെ വണ്ടി കൃത്യമായിട്ടും നേരെയാകും റോഡിലേക്ക്. അപ്പോൾ ഈ ഒരു മെത്തേഡ് അനുസരിച്ച് നിങ്ങൾ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുക. ഇനി അതുപോലെ തന്നെ അത്യാവശ്യം നമ്മൾ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് തുടക്കത്തിൽ ഒരു ഫസ്റ്റിലും സെക്കൻഡിലും ഇട്ട് ഓടിക്കുക. അപ്പോൾ നമുക്ക് ഒരുപാട് സ്പീഡ് കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ നമുക്ക് സ്പീഡ് കുറവായതുകൊണ്ട് തന്നെ സ്റ്റിയറിംഗ് ബാലൻസ് നിങ്ങൾക്ക് എളുപ്പത്തിൽ കിട്ടും. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഞാൻ രണ്ട് കൈയും ഇങ്ങനെ സ്റ്റിയറിംഗ് പിടിച്ചേക്കാണ്. ഇപ്പോൾ ഫസ്റ്റിലാണ് പോകുന്നത്. ഒരു ബിഗിനർ ഓടിക്കുന്ന പോലെ തന്നെയാണ് ഇപ്പോൾ ഞാൻ സ്റ്റിയറിംഗ് കൈകൾ പിടിച്ചേക്കുന്നത്. ഇനി നമ്മളിങ്ങനെ ഓടിച്ചു പോകുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അടുത്തൊരു ഗിയർ ഇടുന്ന സമയത്ത് ഒരു കാരണവശാലും ഇവിടെയൊന്നും കൈ പിടിക്കരുത്. ഈ ഒരു ഭാഗത്തേക്ക് കൈ പിടിച്ചിട്ട് തന്നെ നിങ്ങൾ ഗിയർ എടുക്കുക. അത് നമ്മൾ ഈ ഒരു സ്റ്റിയറിംഗ് വീലിൻ്റെ സെൻറ്ററിലുള്ള അല്ലെങ്കിൽ സെൻറ്ററിൽ വരുന്ന എയർ ബാഗിനെയൊക്കെ നമ്മൾ മനസ്സിലാക്കി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് അതായിരിക്കും ഏറ്റവും നിങ്ങൾക്ക് മികച്ച ഒരു രീതി. അപ്പം അതിനുവേണ്ടി നിങ്ങളിങ്ങനെ സ്റ്റിയറിംഗ് വീൽ കൈകൾ പിടിക്കുക, വണ്ടിക്ക് നമ്മൾ ജസ്റ്റ് മൂവ് ആക്കുക. കൈ ഇങ്ങനെ പിടിച്ച് കഴിയുമ്പോൾ നിങ്ങൾ നോക്കുക, നമുക്ക് കൃത്യമായിട്ട് ലെഫ്റ്റ് സൈഡ് തന്നെ ചേർന്ന് പോകാനും കഴിയും. എന്നിട്ട് വണ്ടിക്ക് മൂവ് ആക്കുക, ക്ലച്ച് പിടിക്കുക, സെക്കൻഡിലേക്ക് ഇടുക. അതിനുശേഷം രണ്ട് കൈ ഇങ്ങനെ വരിക. ഇപ്പം നമുക്ക് ഇടത്തെ സൈഡിലേക്ക് ഇങ്ങനെ തിരിക്കാനായിട്ട് നിങ്ങളിത് ഇങ്ങനെ എടുത്തെടുത്ത് തിരിക്കുക. അപ്പോൾ നമുക്ക് ഇടത്തെ സൈഡിലേക്ക് തിരിഞ്ഞു. അതിനുശേഷം വീണ്ടും നമ്മളിത് വലത്തെ സൈഡിലേക്ക് ജസ്റ്റ് ഇങ്ങനെ നേരെയാക്കി കൊടുക്കുന്നു. ഓക്കെ, ഇപ്പോൾ ഇത് കണ്ടില്ലേ, നേരെയാണ് പോകുന്നത്. ഇനി ഇങ്ങനെ ഓടിച്ചു പോകുന്ന സമയത്ത് നമുക്ക് ചില സാഹചര്യങ്ങളിൽ സ്റ്റിയറിംഗ് എടുത്ത് തിരിക്കേണ്ടതായിട്ടില്ല. ഇവിടെ ജസ്റ്റ് ഇത് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് വീൽ ഒരു സൈഡിലേക്ക് വരും. അതിനുശേഷം നമുക്ക് ജസ്റ്റ് ഇങ്ങനെ നേരെയാക്കിക്കൊണ്ട് വണ്ടി ഇങ്ങനെ ഓടിക്കുക. അത് അത്യാവശ്യം സ്ട്രെയിറ്റ് റോഡും ചെറിയ തിരിവും വളവും ഒക്കെ ആണെങ്കിൽ നമുക്കിത് ഇങ്ങനെ വണ്ടി
ഡ്രൈവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അടുത്തൊരു ഗിയറിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, ഫസ്റ്റ് നമ്മളിത് ഇങ്ങനെ വണ്ടി റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മളിത് ഇങ്ങനെ സ്റ്റിയറിംഗ് വീല് കൈകൾ പിടിച്ചുകൊണ്ട് വണ്ടി റോഡിൽ ലെഫ്റ്റ് സൈഡിലാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ക്ലച്ച് പിടിക്കുക. അതിനുശേഷം മെല്ലെ തേർഡ് ഗിയറിലേക്ക് ഇടുക. ഓക്കെ, ഇപ്പം നമുക്ക് ഇവിടെ വണ്ടി ലെഫ്റ്റ് സൈഡിലേക്ക് ഒതുക്കാം. അതിന് ഞാനിതേ സ്റ്റിയറിംഗ് ഇങ്ങോട്ട് തിരിക്കുന്നു, ഒതുക്കുന്നു. അതിനുശേഷം ഇത് ഇങ്ങനെ സ്റ്റിയറിംഗ് വലത്തെ സൈഡിലേക്ക് എടുത്തെടുത്ത് നമ്മൾ വണ്ടി നേരെയാക്കുകയാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡ് അനുസരിച്ച് നിങ്ങളൊന്ന് സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്ത് ഓടിച്ചു നോക്കുക. പരമാവധി നിങ്ങൾ തുടക്കത്തിൽ ഒരു ഫസ്റ്റിലും സെക്കൻഡിലും ആയിട്ട് തുടക്കത്തിൽ ഓടിക്കുക. ഒരു 3-4 ക്ലാസ്സൊക്കെ, ഒരു 2-3 ക്ലാസ്, ഒരു 2-3 ക്ലാസ് നിങ്ങളങ്ങനെ അറ്റൻഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് പിന്നെ തേർഡിലും ഫോർത്തിലേക്കും ഒക്കെ ഇട്ട് ഓടിക്കുന്ന സമയത്ത് കുറേ കൂടെ നിങ്ങൾക്ക് സ്റ്റിയറിംഗ് ബാലൻസ് തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. കാരണം നമ്മളിനി ഡ്രൈവിംഗ് ഒക്കെ പഠിച്ച് ലൈസൻസൊക്കെ എടുത്തതിന് ശേഷം പുതിയ വണ്ടികളൊക്കെ മേടിക്കും. ആ ഒരു ടൈമിൽ നമുക്ക് ഇങ്ങനെയുള്ള അറിവും കൂടെ ഡ്രൈവിങ്ങിൽ തീർച്ചയായിട്ടും ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയിൽ ഈ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെച്ചത്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ലഭ്യമായെന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. നിങ്ങൾ വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ഞാൻ ഇടുന്ന ഇങ്ങനെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് സൈഡിലുള്ള ആ ബെല്ലൈക്കൺ ഉണ്ട്, അതിനകത്ത് നിങ്ങൾ ഒന്ന് ഓൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, ഒന്ന് ഓൾ അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ വൈകിട്ടിടുന്ന ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് നമ്മുടെ ചാനലിൽ ആ ഒരു ടൈമിങ്ങിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. ഇനി എല്ലാ ദിവസവും വൈകിട്ട് 6 മണിക്ക് നമ്മുടെ ചാനൽ വീഡിയോ ഉണ്ടാകുന്നതാണ്. അപ്പം വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് നാളെ വൈകിട്ട് കൃത്യം 6 മണിക്ക് നമുക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.